ആ ഹലോ എടി സിസിലി, നീ അറിഞ്ഞോടി നമ്മുടെ ജോസ്റ്റൈൻ നാട്ടിലുള്ള കാര്യം? എന്റെ ദൈവമേ, വീടും പറമ്പും ഹോൾസെയിലെ കടകളും 4-5 ഏക്കർ തോട്ടവും ഒക്കെ ഉണ്ട്. രസ്യമായ പിള്ളേരുടെ അടുത്തൊന്നും എനിക്ക് തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. എല്ലാം വിൽക്കാൻ പോകാമെന്ന് കേട്ടത്. ഇത് നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ഇതാര്? സാമേ സിസ്റ്റമോ? എന്താ വിശേഷിച്ച്? അയ്യോ, ഒരാവശ്യം വന്നാൽ ഞാൻ മാത്രമേ ജോസാനുള്ളൂ. അച്ഛൻ ഇത്തവണ എന്നെ സഹായിക്കണം. ആ ഷോപ്പിംഗ് കോംപ്ലക്സ് എൻ്റെ പേര് എഴുതി തരണം. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഞാൻ അമ്മാമ്മയ്ക്ക് അയച്ചു കൊടുക്കണം. എടി സിസിലി, എടി അമ്മാമ്മയുടെ മെസ്സേജ് ഇപ്പൊ ഉണ്ടായിരുന്നടി. ഞാനൊന്ന് പോവാ. UK മലയാളികൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മലയാളികളും കാത്തിരിക്കുന്ന മാനസ് മലയാളി അസോസിയേഷന്റെ ഓണപരിപാടികൾ ഇപ്പൊ ലൈവായിട്ട് നടക്കുക. അമ്മാമ്മ പ്രത്യേക മെസ്സേജ് അയച്ചു, തിരുവാതിര തുടങ്ങാൻ പോവാ, ഞാനൊന്ന് പോയി കാണട്ടെടി. അന്ന് ഞാൻ പോവാ. അച്ഛൻ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടായിരുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സ് നീ ചോദിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് ദാ പോകും. എന്റെ കർത്താവേ, ഒന്ന് തിരിഞ്ഞു നിന്നേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അവൾ അടിച്ചോണ്ട് പോയി. എടി സാറിനെ ഒന്ന് നിന്നേടി. എടീ സിസിലി, എനിക്ക് ഇത്തിരി ചൂടുവെള്ളം തന്നിട്ട് പോടി. പിന്നെ ഇപ്പോഴല്ലേ നമ്മുടെ ചൂടുവെള്ളം. നിലാവിന്റെ മൃദുവെളിച്ചത്തിൽ വളയമായി നിന്ന് കൈതട്ടി സംഗീത ചോലുകൾ കുഴിക്കുമ്പോൾ തിരുവാതിര പിറവിയെടുക്കുന്നു. ഭക്തിയുടെ രാഗവും സൗഹൃദത്തിന്റെ ഗീതവും നൃത്തത്തിലെ ഓരോ ചുവടും തെളിയുന്നു. ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന ഹൃദയം നമ്മുടെ കേരളത്തിന്റെ സൗന്ദര്യകാവിലായി വിരിയുന്നു. അതോടൊപ്പം ക്രൈസ്തവരുടെ തനത് കലാരൂപമായ മാർഗംകളിയോ തോമസ് ലീഗയുടെ ചരിത്രം പിടിച്ചോടുന്ന കലാരൂപം, കേരളത്തിന്റെ പാരമ്പര്യത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ കലാരൂപങ്ങളുടെ മുത്താണ്. പള്ളിപ്പാട്ടിന്റെ ഭാവങ്ങളും ഭക്തിഗീതങ്ങളുടെ സംഗീതവും നിറഞ്ഞു നിൽക്കുന്ന കലയും വിശ്വാസവും ചേർന്നൊരു ഭാവനാജാലമാണ്. ഒപ്പനയും മുസ്ലിം സമൂഹത്തിന്റെ മധുരഗാന നൃത്ത പാരമ്പര്യമാണ്. മധുരമുള്ള മാപ്പിളപ്പാട്ടുകളുടെ സ്വരമാതിരി കൈത്തട്ടുകളുടെ താളം എല്ലാം ചേർന്ന് ഒപ്പനയെ അതുല്യമായ കലാരൂപമാക്കുന്നു. ഇതെല്ലാം കൂടി ഒരുമിച്ച് കണ്ടാലും കണ്ടുകൊള്ളു.